ഉയരയിടത്തിലെ റോഡിന് സുരക്ഷാഭിത്തിയും നടപ്പാതയും കാനയുമില്ല. ദുരന്ത മുന്നറിയിപ്പ് നൽകി നവോദയ നഗർ നിവാസികൾ. വടക്കാഞ്ചേരി വീടുകൾക്ക് സമീപമുള്ള ഉയരയിടത്തിലെ റോഡിന് സുരക്ഷാഭിത്തിയും നടപ്പാതയും കാനയുമില്ല. അശാസ്ത്രീയ റോഡ് നിർമ്മാണം അപകടക്കെണിയായതോടെ ദുരന്ത മുന്നറിയിപ്പ് നൽകി ആശങ്കയിൽ നിരവധി കുടുംബങ്ങൾ. അത്താണി പത്താഴക്കുണ്ട് ഡാം റോഡിൽ നവോദയ നഗർ പരിസരവാസികളും സമീപ പ്രദേശങ്ങളിൽ ഉള്ളവരുമാണ് ആശങ്കയുടെ മുൾമുനയിൽ കഴിയുന്നത്. കട്ടവിരിച്ച് നവീകരിച്ച ചെറിയ റോഡ് സഞ്ചാരത്തിനായി തുറന്നുകൊടുത്തതോടെയാണ് പ്രതിസന്ധിയും ഉടലെടുത്തത്. നവീകരണത്തിലെ അപാകതകൾ ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. വലിയ വാഹനങ്ങൾ വശം ഒതുക്കി നൽകുമ്പോൾ അപകടം സംഭവിച്ചു താഴ്ചയിലുള്ള വീടുകൾക്ക് സമീപത്തേക്ക് മറിയാൻ സാധ്യത ഏറെയാണെന്നും വലിയ ദുരന്തത്തിന് വഴിവെക്കുമെന്നും വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. മഴ പെയ്താൽ വീടുകളിലേക്ക് വെള്ളം കുത്തിയൊലിച്ചെത്തുമെന്നും ഇവർ ആരോപിക്കുന്നു. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ പൂമല ഡാമിലേക്ക് ഉൾപ്പെടെയുള്ള അത്താണി വഴിയുള്ള പാതയിലെ താഴ്ചയിലുള്ള വീടുകൾക്ക് സമീപത്ത് സുരക്ഷിതമായ നടപ്പാതയില്ലെന്നും താൽക്കാലികമായി റോഡിൽ നിന്നും നേരിട്ട് ചെറിയ രീതിയിൽ കോൺക്രീറ്റ് ഇട്ട് തടി തപ്പുകയാണ് അധികൃതർ ചെയ്തതെന്നും നാട്ടുകാർ പറയുന്നു. കട്ടിലപ്പൂവം, പൂമല, ചോറ്റുപാറ ഭാഗങ്ങളിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് എളുപ്പമാർഗം എത്താനുള്ള പ്രധാന പാതയുമാണ് ഈ വഴി. ലോറികളും സ്വകാര്യ ബസ് സർവീസുകളും കടന്നുപോകുന്ന ശോചനീയാവസ്ഥയിൽ കിടന്നിരുന്ന റോഡ് നാട്ടുകാരുടെ മുറവിളിയെ തുടർന്ന് വർഷങ്ങൾക്കു ശേഷമാണ് വിവിധ ഭാഗങ്ങളിൽ 600 മീറ്ററോളം ദൂരം കട്ടവിരിച്ച് നവീകരണം പൂർത്തിയാക്കിയത്. ശോചനീയാവസ്ഥയിൽ ആയ അത്താണി പത്താഴക്കുണ്ട് ഡാം റോഡിൽ നവോദയ നഗർ വെടിപ്പാറ പ്രദേശങ്ങൾക്കിടയിലായി വെള്ളക്കെട്ട് മൂലം തകർന്ന ഭാഗത്താണ് റോഡ് ഉയർത്തി കട്ടവിരിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നത്. അതിനു പകരം മുഴുവൻ ഭാഗങ്ങളിലും റോഡ് 1 മീറ്ററിലധികം ഉയർത്തി നവീകരണം നടത്തിയപ്പോൾ സമയബന്ധിതമായി വശങ്ങൾ കെട്ടി ഉയർത്താത്തതും കാനയും സംരക്ഷണ ഭിത്തികളും ഒരുക്കാത്തതുമാണ് പ്രതിസന്ധിയായതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. മേഖലയിലെ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവണം എന്ന് സ്ഥലം സന്ദർശിച്ച DCC സെക്രട്ടറി ജിജോ കുര്യൻ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന് നാട്ടുകാരായ ലീലാമണി ശങ്കരൻ, ജോജോ കുര്യൻ, TC വാസു, AV തങ്കൻ, TK പ്രദീപ്, ബിജു ജോസ്, PR സുഭാഷ്, അനൂപ് സെബാസ്റ്റ്യൻ, ശ്രീജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി.